മുന്നണിയിലെ ധാരണ പ്രകാരമാണ് മന്ത്രിമാരുടെ രാജിയെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജൻ. മന്ത്രിസഭയിലേക്ക് എത്തിയ കെ.ബി. ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും സത്യപ്രതിജ്ഞ 29-ന് നടക്കും. സി.കെ. നാണുവിന്റെ കത്തിൽ യഥാർത്ഥ JDS എന്ന അവകാശവാദമില്ലെന്നും കത്ത് LDF ചർച്ച ചെയ്യുമെന്നും ജയരാജൻ പറഞ്ഞു. ചന്തു ചന്ദ്രശേഖറുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ചന്തു, 2 മന്ത്രിമാർ രാജിവെച്ചിരിക്കുകയാണ്. 29-ന് സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് LDF കൺവീനറും വ്യക്തമാക്കിയിരിക്കുന്നത്. വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനമായിട്ടുണ്ടെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ എന്നുള്ള നിലപാട് തന്നെയാണോ ജയരാജൻ സ്വീകരിച്ചത്? ചേരുന്നതിന് മുൻപ് തന്നെ മന്ത്രിമാരായ ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ എന്നിവർ മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിലെത്തി കണ്ടിരുന്നു. ക്ലിഫ് ഹൗസിലെത്തി ഇരുവരും രാജിക്കത്ത് കൈമാറിയതിനു ശേഷമാണ് LDF യോഗത്തിൽ പങ്കെടുത്തത്. ഈ രാജി LDF യോഗം അംഗീകരിച്ചു. അതിനുശേഷമാണ് കെ.വി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും 29-ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്ന കാര്യം LDF കൺവീനർ ഇ.പി. ജയരാജൻ യോഗത്തിൽ അറിയിക്കുകയും അതിനുശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തത്. 29-ാം തീയതി വൈകുന്നേരമായിരിക്കും സത്യപ്രതിജ്ഞ. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും LDF കൺവീനർ വ്യക്തമാക്കി. പക്ഷേ വകുപ്പുകളുടെ കാര്യത്തിൽ ഇന്നത്തെ LDF യോഗത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയായിരിക്കും വകുപ്പുകൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുക എന്നാണ് ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയത്. അതായത് സത്യപ്രതിജ്ഞ നടക്കും, അതിനുശേഷം ആയിരിക്കും ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം അറിയാൻ കഴിയുക എന്നതാണ് ഇന്നത്തെ LDF യോഗത്തിന് ശേഷം ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയത്. നേരത്തെ നമുക്ക് ലഭ്യമായിരുന്ന വിവരങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പ് തന്നെയാകും കെ.ബി. ഗണേഷ് കുമാറിന് ലഭിക്കുക. അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിക്കും. അങ്ങനെയാണ് മുൻ ധാരണ പ്രകാരം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വകുപ്പുകൾ സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടിരിക്കുകയാണ് LDF യോഗം. കാര്യമായ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നിരുന്നാലും എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഇനി വേണോ എന്ന കാര്യം ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഈ കാര്യം പറയുക. അത് സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷമായിരിക്കും. നേരത്തെ തന്നെ ഈ ഗതാഗത വകുപ്പ് തനിക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ.വി. ഗണേഷ് കുമാർ ചില അസംതൃപ്തിയൊക്കെ അറിയിച്ചിരുന്നു. കാരണം ഗതാഗത വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് KSRTC കൂടി ഗതാഗത വകുപ്പിൽ ഉൾപ്പെട്ടു വരുന്നു. വലിയ പ്രതിസന്ധിയിൽ KSRTC തുടർന്നു പോകുന്നു. അപ്പോൾ ഗതാഗത വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് കെ.വി. ഗണേഷ് കുമാറും നേരത്തെ ഈ ഗതാഗത വകുപ്പ് തനിക്ക് വേണ്ട വകുപ്പ് മാറ്റി തരണം എന്ന ഒരു നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പരിഗണിക്കാൻ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇനിയും കെ.വി. ഗണേഷ് കുമാർ അത്തരത്തിൽ എന്തെങ്കിലും അതൃപ്തി പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കുകയാണെങ്കിൽ അത് സംബന്ധിച്ച് പിന്നീട് തീരുമാനമെടുക്കാമെന്ന ഒരു തരത്തിലായിരിക്കും ഈ മന്ത്രിസഭാ പുനഃസംഘടനയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും ഒക്കെ മുന്നോട്ട് പോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വകുപ്പുകളിൽ ഇപ്പോൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്ത്രിമാരായ 29-ന് ചുമതല ഏൽക്കുന്ന കാര്യത്തിൽ ഇരുവരും സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളുമായ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു സർപ്രൈസ് തുടരുകയാണ്. 29-ന് വൈകിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും ഈ വകുപ്പുകൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക എന്നാണ് LDF യോഗത്തിന് ശേഷം ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ശരി, ചന്തു ആണ് വിശദാംശങ്ങൾ നൽകിയത്. 29-ന് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കും. മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറുകയും ചെയ്തു.